അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ പോകുന്നത് പാലക്കാട് ജില്ലയിലെ മലമ്പുഴക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്ന റോക്ക് ഗാർഡനിലേക്കാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് റോക്ക് ഗാർഡനിലെ എൻട്രൻസ് വരുന്നത് കേട്ടോ. അപ്പോൾ മലമ്പുഴയിൽ നിന്ന് ഒരു 1.5 കിലോമീറ്റർ കവയിലേക്ക് പോകുന്ന റൂട്ടിലാണ് ഈ ഒരു റോക്ക് ഗാർഡൻ വരുന്നത്. അപ്പോൾ മലമ്പുഴ ഡാമിൽ വരുന്നവരായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലവും കൂടിയാണ് കേട്ടോ ഇത്. ഒന്നുകിൽ അവിടുന്ന് ഓട്ടോ പിടിച്ച് വരാം, അല്ലെങ്കിൽ നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ വരുന്നവരൊക്കെ ഇവിടെ ഒരു മെസ്സേജ് നമുക്ക് തരുന്നുണ്ട്. കാരണം ഇവിടെ കാണുന്ന എല്ലാ ശില്പങ്ങളും ഈ ചുമരിൻ്റെ മുകളിലുള്ള എല്ലാ ടൈൽസും അങ്ങനെയുള്ള എല്ലാ ഇതും നിർമ്മിച്ചിരിക്കുന്നത് നമ്മൾ വലിച്ചു ചാടുന്ന സാധനം കൊണ്ടാണ്. അപ്പോൾ ഒരാൾക്ക് ടിക്കറ്റ് പ്രൈസ് വരുന്നത് 25 രൂപയാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഓപ്പണിംഗ് ടൈം എന്ന് പറയുന്നത് രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ്. അപ്പോൾ ചണ്ഡീഗഡിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ആദ്യത്തെ റോക്ക് ഗാർഡൻ്റെ ശ്രേഷ്ഠാവായ പ്രശസ്ത ശില്പി പത്മശ്രീ നേക് ചന്ദ് സൈനിയാണ് ഈ മനോഹരമായ കലാസൃഷ്ടികളുടെ ശേഖരം രൂപകൽപ്പന ചെയ്തത്. അപ്പോൾ നമ്മൾ വലിച്ചെറിയുന്ന പാഴ്വസ്തുക്കൾ കൊണ്ടാണ് ഇതൊക്കെ നിർമ്മിച്ചത് കേട്ടോ. അപ്പോൾ പ്ലാസ്റ്റിക്, പിന്നെ അതുപോലെ തന്നെ കുപ്പികൾ, ടിന്നുകൾ, ടൈലിൻ്റെ കഷ്ണങ്ങൾ, ഗ്രാനൈറ്റുകൾ, പിന്നെ വൈദ്യുതി ഫ്യൂസ് കൊണ്ട്, അങ്ങനെ പവർ ഇൻസുലേറ്ററുകൾ, തകർന്ന വളകൾ, അങ്ങനെ ഒരുപാട് പാത്രങ്ങൾ, പൊട്ടിയ പാത്രങ്ങളൊക്കെ കൊണ്ടാണ് ഇതൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ. ചണ്ഡീഗഡിൽ നിർമ്മിച്ച അതേ കലാകാരന്മാർ തന്നെ നിർമ്മിച്ച ഇന്ത്യയിലെ രണ്ടാമത്തെ ഇത്തരത്തിലുള്ള ഉദ്യാനമാണിത് കേട്ടോ. പച്ചപ്പ് നിറഞ്ഞ കുന്നുകളാൽ ചുറ്റപ്പെട്ട ഈ റോക്ക് ഗാർഡൻ പ്രകൃതിയുടെ മടിത്തട്ടിൽ മനുഷ്യനിർമ്മിത അത്ഭുതങ്ങൾ ആസ്വദിക്കാൻ കഴിയുന്ന തികച്ചും റൊമാൻറ്റിക് പശ്ചാത്തലം പ്രദാനം ചെയ്യുന്നു ഇവിടെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ തികച്ചും കേരള സ്റ്റൈലിലാണ് ഇവിടെയുള്ള ശില്പങ്ങളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഒരുപാട് കല്ലുകളും പൊട്ടിയ ടൈൽസിൻ്റെ കഷ്ണമൊക്കെ അതുപോലെ തന്നെ കാണുന്നില്ലേ, ചുമരിന് മുഴുവനും കല്ലുകൾ കാണാൻ കഴിയും. അപ്പോൾ അതിനെക്കൊണ്ട് ഒക്കെയാണ് ഇതൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാം മനോഹരമായ രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരുപാട് നടന്ന് കാണാനുണ്ട് കേട്ടോ ഈ ഒരു ഏരിയ ഒക്കെ. അപ്പോൾ നമ്മൾ കയറിയ വഴിക്കൂട്ടിയല്ല കേട്ടോ തിരിച്ചു പോകുന്നത്. ഇത് നടന്നിട്ട് ഒരുപാട് നടക്കാനുണ്ട്. അത് നമ്മൾ വേറൊരു വഴിക്കൂട്ടിയാണ് നമ്മൾ പുറത്തേക്ക് പോകുന്നത്. ഇവിടെ കഥകളീൻ്റെ ഒരു രൂപത്തിൽ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഡാൻസിൻ്റെ കളിക്കുന്ന ആ ഒരു ഇതാണ് ഈ ഒരു ഏരിയ മുഴുവനായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഉദ്യാനത്തിൽ വന്നു കഴിഞ്ഞാൽ കഥകളി, അതുപോലെ തന്നെ തെയ്യം, കളരിപ്പയറ്റ്, പിന്നെ തിരുവാതിരക്കളി, അങ്ങനെ ഒട്ടനവധി കലാരൂപങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയും കേട്ടോ. ഇപ്പോൾ മലമ്പുഴ ഡാമിൽ വന്നു കഴിഞ്ഞാൽ ഒരു തവണയെങ്കിലും നിങ്ങൾ ഈ ഒരു സ്ഥലം കാണണം കേട്ടോ. കാരണം അത്രയോ ദൂരമുള്ളൂ, അതുകൊണ്ടാണ് പറഞ്ഞത്.
അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി ഇതുപോലെ കിടക്കാച്ചി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ ബൈ ബൈ.